KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വീണ്ടും വ്യാജ വാർത്ത. ചാനലിനെതിരെ വക്കീൽ നോട്ടീസ്. മണ്ണാർക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചാനലാണ് വ്യാജവാർത്ത നൽകിയത്. രാജ്യാന്തര സഖാഫി പണ്ഡിത സമ്മേളനത്തിന് മർക്കസിൽ പ്രൗഢോജ്വല തുടക്കം. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. ഹരീഷ് റാവത്തിന് മുഖ്യമന്ത്രിയായി തുടരാമെന്ന് കോടതി. പാമോലിൻ കേസിൽ ഇപ്പോൾ ആരെയും കുറ്റവിമുക്തരാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. ഹരീഷ് റാവത്തിന് മുഖ്യമന്ത്രിയായി തുടരാമെന്ന് കോടതി. കേരളത്തെക്കുറിച്ച് സൊമാലിയ പ്രയോഗം പ്രധാനമന്ത്രി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മർക്കസ് ആരോഗ്യം മാസിക കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രകാശനം ചെയ്തു. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ലീഡേഴ്സ് സമ്മിറ്റ് ഈ മാസം 17-ന്. വാർത്തകൾ വിശദമായി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെപ്പറ്റി വ്യാജവും അപകീർത്തികരവുമായ വാർത്ത സംപ്രേഷണം ചെയ്ത മണ്ണാർക്കാട് കേന്ദ്രമായ ACN ന്യൂസിന് മർക്കസ് മീഡിയ വക്കീൽ നോട്ടീസ് അയച്ചു. ചാനൽ എഡിറ്റർ, വ്യാജവാർത്ത നൽകിയ റിപ്പോർട്ടർ എന്നിവർക്കെതിരെയാണ് കോഴിക്കോട്ടെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് M മുഹമ്മദ് ഷുഐബ് മുഖേന വക്കീൽ നോട്ടീസ് അയച്ചത്. നോട്ടീസ് ലഭിച്ച് 3 ദിവസത്തിനകം വാർത്ത തിരുത്തുകയും നിരുപാധികം ക്ഷമാപണം നടത്തുകയും ചെയ്യാത്ത പക്ഷം സിവിൽ, ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെയ്ഡ് ന്യൂസ് സ്വഭാവമുള്ള ഈ വാർത്ത പ്രസിദ്ധീകരിച്ച ചാനലിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും പരാതി നൽകുമെന്നും മർക്കസ് മീഡിയ ലീഗൽ ഡയറക്ടർ അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് തീർത്തും വാസ്തവ വിരുദ്ധമായ വാർത്ത ചാനൽ സംപ്രേഷണം ചെയ്തത്. കല്ലാംകുഴി ഇരട്ടക്കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എടുത്ത നിലപാടിൽ അരിശം പൂണ്ട ചേളാരി ലീഗ് ലോബിയാണ് വ്യാജവാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിലപാടെടുത്തതോടെ കൊലപാതകത്തിന്റെ ജാള്യത മറച്ചുവെക്കാൻ പാടുപെടുകയാണ് ലീഗ് നേതൃത്വം. മണ്ണാർക്കാട്ടെ വ്യാജവാർത്തയ്ക്ക് പിന്നിൽ ലീഗാണെന്ന് തെളിയിക്കുന്നതാണ് ലീഗ് നേതാവ് അഡ്വക്കേറ്റ് TA സിദ്ദീഖ് ACN ചാനലിന് നൽകിയ അഭിമുഖം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മണ്ണാർക്കാട് സന്ദർശനം നടത്തിയിട്ടില്ല എന്നിരിക്കെ ചാനൽ റിപ്പോർട്ടർക്ക് അനുകൂലമായി TA സിദ്ദീഖിന്റെ മറുപടിയും. കാന്തപുരം മണ്ണാർക്കാട് വന്നതായി ലീഗ് നേതാവിന്റെയും ശ്രദ്ധയിൽപ്പെട്ടുവത്രേ. കള്ളവാർത്ത കെട്ടിച്ചമക്കാനായി ലീഗ് നേതാവുമായി നടത്തിയ അഭിമുഖം കേൾക്കാം. AP വിഭാഗത്തിന്റെ സമുന്നത നേതാവായിട്ടുള്ള കാന്തപുരം മുസ്ലിയാർ ഇന്നലെ മണ്ണാർക്കാട് രഹസ്യ സന്ദർശനം നടത്തിയിട്ടുള്ള വിവരം പത്രമാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ACN ന്യൂസ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുള്ളതാണ്. അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഇത് എത്ര കണ്ട് ഇതിനെ ഭയക്കുന്നു മുസ്ലിം ലീഗ്? ഇല്ല, ഇന്നലെ കാന്തപുരം ബഹുമാനായ AP കാന്തപുരം മുസ്ലിയാർ ഇവിടെ വന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ബഹുമാനായ AP കാന്തപുരം മുസ്ലിയാർ ഇവിടെ വന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ അക്കാര്യം മനസ്സിലാക്കിയിരുന്നു. വ്യാജവാർത്ത കെട്ടിച്ചമച്ച ACN ചാനലിനും അധികൃതർക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് മർക്കസ് മീഡിയ. കാന്തപുരത്തിനും പ്രസ്ഥാനത്തിനുമെതിരെ വരുന്ന വ്യാജവാർത്തകൾക്കെതിരെ അധികൃതർ കർക്കശ നിലപാടെടുത്തതോടെ വിയർക്കുകയാണ് വ്യാജവാർത്താ ലോബി. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം പിൻവലിക്കാൻ കേന്ദ്രമന്ത്രിസഭ ശുപാർശ ചെയ്തു. വിശ്വാസ വോട്ടെടുപ്പിൽ 33 വോട്ടുകൾ നേടി കോൺഗ്രസ് വിജയിച്ചതോടെയാണ് രാഷ്ട്രപതി ഭരണം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. വിശ്വാസ വോട്ടെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചെന്നും രാഷ്ട്രപതി ഭരണം പിൻവലിക്കാമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണം പിൻവലിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത്. ഇന്നലത്തെ വിശ്വാസ വോട്ടെടുപ്പിന്റെ ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സുപ്രീംകോടതി ഹരീഷ് റാവത്തിന് മുഖ്യമന്ത്രിയായി തുടരാമെന്നും വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രപതി ഭരണം 2 മണിക്കൂർ മരവിപ്പിച്ചാണ് വിശ്വാസ വോട്ടെടുപ്പ് നടത്തിയത്. 9 കോൺഗ്രസ് അംഗങ്ങൾ കൂറുമാറിയതോടെ മാർച്ച് 18-നാണ് ഉത്തരാഖണ്ഡിൽ ഭരണപ്രതിസന്ധിയുണ്ടായത്. 9 ദിവസത്തിനുശേഷം കേന്ദ്ര സർക്കാർ ഇടപെട്ട് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. തുടർന്ന് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി നിരീക്ഷണത്തിലാണ് വിശ്വാസ വോട്ടെടുപ്പ് നടന്നത്. പാമോലിൻ കേസിൽ ഇപ്പോൾ ആരെയും കുറ്റവിമുക്തരാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കേസിൽ വിചാരണ നടപടികൾ മുന്നോട്ടു പോകട്ടെയെന്നും കോടതി പറഞ്ഞു. PJ തോമസ്, TH മുസ്തഫ, GG തോംസൺ എന്നിവരാണ് കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത്.
അതേസമയം വാദത്തിനിടെ സർക്കാർ അഭിഭാഷകനെ ചീഫ് ജസ്റ്റിസ് ടി.എസ്. താക്കൂർ അടങ്ങുന്ന ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചു. പാമോലിൻ കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടെന്നായിരുന്നു സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത്. എന്നാൽ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇത്തരം ഹർജികളില്ലെന്ന് കണ്ടെത്തിയ കോടതി തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് അഭിഭാഷകരോട് ആവശ്യപ്പെട്ടു. കേരളത്തെ സൊമാലിയയോട് ഉപമിച്ച പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്ന് പോലും മോദി മറന്നു. പ്രധാനമന്ത്രിയുടെ മറുപടി കത്തിനായി കാത്തിരിക്കുന്നു. മറുപടി ലഭിച്ച ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. പാമോലിൻ കേസിൽ അച്യുതാനന്ദന് തന്നെ പ്രതിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശിക്കാൻ അതൊരു തെരഞ്ഞെടുത്ത സബ്ജക്ട് എന്താ? സൊമാലിയ. കേരളത്തെ സൊമാലിയയോട് ഉപമിച്ചിരിക്കുകയാണ്. ഈ പ്രധാനമന്ത്രി ഒരു കാര്യം മറന്നു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. കേരളം സൊമാലിയ ആണെങ്കിൽ ഇന്ത്യയും സൊമാലിയ എന്നല്ലേ ലോകം അറിയുന്നത്. അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിനിടെ കേരളത്തെ സോമാലിയയോട് ഉപമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമാവുന്നു. പോമോനെ മോദി എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചാണ് ട്വിറ്ററിലും ഫേസ്ബുക്കിലും പ്രധാനമന്ത്രിയുടെ വാദങ്ങളെ പൊളിച്ചെടുക്കുന്നത്. മോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിനെയും കേരളത്തെയും താരതമ്യം ചെയ്താണ് പ്രധാനമായും ട്രോളുകൾ. രാജ്യത്തെ വിവിധതരം വികസന സൂചികകളിൽ 1ാം സ്ഥാനം കൈവരിക്കുന്ന കേരളത്തെ പ്രധാനമന്ത്രി അപമാനിച്ചതായാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. ഇന്നലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മോദിയുടെ വാദങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഇന്ന് കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ തെറ്റിത്തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ദേശീയമാനം നൽകി കേന്ദ്ര നേതാക്കൾ. വാക്പോരിൽ തിളച്ചുമറിഞ്ഞ പ്രചാരണ രംഗം. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ 18 പയറ്റി പ്രചാരണ രംഗം അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും. അഴിമതിയും വാർക്കോഴയും സരിത വിഷയവും ചർച്ചയാക്കി ആരംഭിച്ച പ്രചാരണ രംഗം ഇപ്പോൾ ദേശീയ വിഷയങ്ങളിലൂന്നിയാണ് മുന്നേറുന്നത്. കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടും ബിജെപി നേതാക്കൾ വിഷയമാക്കിയതോടെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വേദികൾക്കും ദേശീയമാനം കൈവന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിനെ ചൊല്ലി പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷയും തമ്മിലുള്ള വാക്കുപോരാണ് ഇപ്പോൾ പ്രചാരണത്തിലെ ചൂടുള്ള വിഷയം. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗം പാർലമെന്റിൽ വരെ ചർച്ചയാവുകയും സഭ സ്തംഭിക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. കൂടാതെ എല്ലാ പാർട്ടികളുടെയും ദേശീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്ത് തമ്പടിച്ചതോടെ വാക്കുപോരിൽ തിളക്കുകയാണ് പ്രചാരണ രംഗം. പ്രധാനമന്ത്രിയെയും പാർട്ടി അധ്യക്ഷനെയും ദിവസേന ഓരോ കേന്ദ്രമന്ത്രിമാരെയും രംഗത്തിറക്കുന്ന ബിജെപി തന്നെയാണ് ദേശീയ നേതാക്കളെ ഇറക്കിയുള്ള പ്രചാരണത്തിൽ മുന്നിലുള്ളത്. എ.കെ. ആന്റണി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളാണ് ഇതിനു പ്രതിരോധം തീർത്ത് കോൺഗ്രസിന്റെ പാളയത്തിലുള്ളത്. മോഡിയെയും സോണിയയെയും വിമർശിച്ച് CPM PB അംഗം വൃന്ദ കാരാട്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനെതിരെ രംഗത്തെത്തിയ വൃന്ദ കാരാട്ട് രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വൈകാരികതയല്ല മറുപടിയെന്നും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാളെയും കേരളത്തിലെത്തും. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധമേകും തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന. നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന. സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ. ധർമ്മസാക്ഷികൾക്കു കർമ്മബോധമേകും തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ
ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേകും തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. രാജ്യാന്തര സഖാഫി പണ്ഡിത സമ്മേളനം മർക്കസ് ക്യാമ്പസിൽ ആരംഭിച്ചു. സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിക വിജ്ഞാനം ലോകത്താകെ പ്രചരിപ്പിച്ചത് വിശുദ്ധ ജീവിതം നയിച്ച പണ്ഡിതന്മാരാണെന്നും പാരമ്പര്യത്തിലൂന്നിയ ജ്ഞാനവിനിമയ രീതിയാണ് അവർ പ്രോത്സാഹിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുനബി പഠിപ്പിച്ച വിജ്ഞാനം നേടിയെടുക്കുന്നതിനും വിനിമയം ചെയ്യുന്നതിനും മഹിതമായ ഒരു മാർഗമുണ്ട്. അള്ളാഹുവിനെ അറിയലും സൃഷ്ടാവിന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കലുമാണ് യഥാർത്ഥ ജ്ഞാനി ചെയ്യേണ്ടത്. മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പാരമ്പര്യത്തിലൂന്നിയ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ തനിമയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. പണ്ഡിതന്മാരുടെ ദൌത്യം ആധുനിക കാലത്ത് വളരെയേറെ കൂടിയിട്ടുണ്ടെന്നും ഇസ്ലാമികമായി ആഴത്തിൽ ജ്ഞാനം ആർജിക്കുന്നതോടൊപ്പം വിവിധ ഭാഷകളിലും വിജ്ഞാനശാസ്ത്രങ്ങളിലും മതപണ്ഡിതന്മാർ കഴിവ് നേടണമെന്നും അദ്ദേഹം പറഞ്ഞു. മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് യൂസുഫ് കോയത്തങ്ങൾ അൽ ബുഖാരി വൈലത്തൂർ പതാക ഉയർത്തി. ഉള്ളടക്കത്തിലും രൂപകൽപ്പനയിലും പുതിയ വായനാനുഭവം പകർന്ന മർക്കസ് ആരോഗ്യം മാസിക പ്രകാശനം ചെയ്തു. കഴിഞ്ഞ ദിവസം മർക്കസിൽ ആരംഭിച്ച രാജ്യാന്തര ഉലമാ സമ്മേളനത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. മർക്കസ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ് മർക്കസ് ആരോഗ്യത്തിന്റെ മുഖ്യ പത്രാധിപർ. എല്ലാ മാസവും ആദ്യവാരം മാസിക വായനക്കാരുടെ കൈകളിലെത്തും. ചടങ്ങിൽ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് യൂസുഫ് കോയത്തങ്ങൾ വൈലത്തൂർ, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ, സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ്, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി, ഹുസൈൻ മുസ്ലിയാർ പടനിലം, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ലീഡേഴ്സ് സമ്മിറ്റ് ഈ മാസം 17, 18 തീയതികളിൽ നടക്കും. 17-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കാരന്തൂർ മർക്കസിലെ ലൈബ്രറി ഹാളിൽ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് മീറ്റോടെ 2 ദിവസത്തെ സമ്മിറ്റിന് തുടക്കമാകും. പ്രസ്ഥാനത്തിന്റെ യുവജന പ്രതിനിധാനമായ SYSന്റെ പുതിയ സംഘടനാ വർഷത്തെ 1ാംഘട്ട പദ്ധതി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ വിശുദ്ധ റമദാനിലെ സമഗ്രമായ ദഅവയും ജീവകാരുണ്യ പ്രവർത്തനവും അടക്കം യുവോർജ്ജത്തിന്റെ കരുത്ത് പ്രബോധന മേഖലയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിന് അടുത്ത 6 മാസത്തേക്കുള്ള കർമ്മ പദ്ധതി സമ്മിറ്റ് ചർച്ച ചെയ്യും. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും ജില്ലാ സോൺ ഭാരവാഹികളും പങ്കെടുക്കുന്ന ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് 5:30-ന് മർക്കസ് മെയിൻ ഓഡിറ്റോറിയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. ഓർഗനൈസിംഗ്, വെൽഫെയർ, ദഅവ, അഡ്മിനിസ്ട്രേഷൻ ജനറൽ എന്നീ 5 വകുപ്പുകളിലായി നടക്കുന്ന ചർച്ചകൾക്കും പഠനങ്ങൾക്കും അതാത് വകുപ്പുകളുടെ സംസ്ഥാന ഭാരവാഹികൾ നേതൃത്വം നൽകും. ഇതു സംബന്ധമായി ചേർന്ന സംസ്ഥാന ക്യാബിനറ്റിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. മജീദ് കക്കാട്, CP സേതലവി മാസ്റ്റർ, മുഹമ്മദ് പറവൂർ, സയ്യിദ് ത്വാഹ സഖാഫി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം, AP അബ്ദുൽ ഹക്കീം അസ്ഹരി, റഹ്മത്തുള്ള സഖാഫി അണമരം തുടങ്ങിയവർ പങ്കെടുത്തു. മർക്കസ് അഡ്നോക്ക് കൂട്ടായ്മയായ മാക് 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷാർജ നാഷണൽ പാർക്കിൽ കുടുംബസംഗമം നടത്തി. 20 നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതടക്കമുള്ള 20ഓളം പദ്ധതികളിലൊന്നായിരുന്നു കുടുംബസംഗമം. മാക് UAE നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച സംഗമത്തിൽ മുഴുവൻ എമിറേറ്റുകളിൽ നിന്നും പങ്കാളിത്തമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച പരിപാടി വൈകിട്ട് 6 മണിയോടെയാണ് സമാപിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വിവിധയിനം മത്സരങ്ങൾ നടത്തിയത് ഏറെ കൌതുകമായി. മുഹമ്മദ് അലി സഖാഫി കാന്തപുരം, PK മുഹമ്മദ് മാസ്റ്റർ കുന്നമംഗലം, നൌഫൽ കരുവഞ്ചാൽ, അൻവർ പൂനൂർ, മുസ്തഫ വാഴക്കാട്, ഹാരിസ് മാസ്റ്റർ, അബ്ദുറഷീദ് അസീസ് കക്കോവ്, നൌഫൽ വടകര തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ വീണ്ടും വ്യാജവാർത്ത. ചാനലിനെതിരെ വക്കീൽ നോട്ടീസ്. മണ്ണാർക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചാനലാണ് വ്യാജവാർത്ത നൽകിയത്. രാജ്യാന്തര സഖാഫി പണ്ഡിത സമ്മേളനത്തിന് മർക്കസിൽ പ്രൌഢോജ്വല തുടക്കം. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. ഹരീഷ് റാവത്തിന് മുഖ്യമന്ത്രിയായി തുടരാമെന്ന് കോടതി. പാമോലിൻ കേസിൽ ഇപ്പോൾ ആരെയും കുറ്റവിമുക്തരാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. ഹരീഷ് റാവത്തിന് മുഖ്യമന്ത്രിയായി തുടരാമെന്ന് കോടതി.
മർക്കസ് ആരോഗ്യം മാസിക കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രകാശനം ചെയ്തു. കേരളത്തെക്കുറിച്ച് സൊമാലിയ പ്രയോഗം പ്രധാനമന്ത്രി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ലീഡേഴ്സ് സമ്മിറ്റ് ഈ മാസം 17-ന്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.